ആദ്യം അധ്യാപകൻ കൂടിയായ ശ്രീ എ എം ഷിനാസിലേക്ക്. ശ്രീ എ എം ഷിനാസ്, ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യ, ഇന്ത്യ, ചൈന നേതാക്കളുടെ ഈ ബന്ധം. ഇതൊരു അസാധാരണ കൂട്ടായ്മയായി മാറുകയാണോ? എന്താണ് അതിന്റെ സാധ്യതകൾ? താങ്കൾ എങ്ങനെയാണ് ഈ അസുലഭ നിമിഷത്തെ നോക്കിക്കാണുന്നത്? ഇന്ത്യ, ചൈന, റഷ്യ ഈ ത്രികോണ ബന്ധം വളരെ മുമ്പേ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന, ഉയർത്തപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. അത് ഇതുവരെ പ്രായോഗിക രൂപത്തിൽ വന്നിരുന്നില്ല. ഇപ്പോഴും അതിന് പ്രതിബന്ധങ്ങൾ ഉണ്ട്. പക്ഷെ വാണിജ്യത്തിന്റെ കാര്യത്തിൽ ഈ ട്രംപിന്റെ തീരുവ, ഈ ഏകപക്ഷീയമായ തീരുവ ചുമത്തൽ, അത് വാസ്തവത്തിൽ 1980 മുതൽ ഉള്ള ഒരു നിയോ ലിബറൽ ലോകക്രമം, അതായത് ആഗോള സമ്പദ് വ്യവസ്ഥ, ആ ഒരു ചട്ടക്കൂടിനെതിരെയുള്ള ആക്രമണമാണ്. വാസ്തവത്തിൽ അത് നിയോ ലിബറലിസത്തെ അല്ലെങ്കിൽ നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെയുള്ള ആക്രമണം എന്നതിനേക്കാൾ ഉപരി നവ ഉദാരവൽക്കരണ നയത്തിന്റെ അടിസ്ഥാന നെടുന്തൂണുകളായ ഫ്രീ മാർക്കറ്റ്, തുറന്ന വിപണി, ഫ്രീ ക്യാപിറ്റൽ ഫ്ലോ തുടങ്ങിയ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഇങ്ങനെയുള്ള നവ ഉദാരവൽക്കരണ ലോകക്രമത്തിന്റെ നെടുന്തൂണുകൾക്കെതിരെയുള്ള ഒരു ആക്രമണമാണ് ട്രംപ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ പോസ്റ്റ് വാർ ഗ്ലോബൽ ഇക്കണോമിക് ഓർഡറിന് എതിരെയുള്ള ഒരു അസോൾട്ടാണ്, ആക്രമണമാണ്. എന്നാൽ ഇത് നവ ഉദാരവൽക്കരണത്തിന്റെ അന്ത്യമാണോ എന്നതിനേക്കാൾ പ്രസക്തം അത് നവ ഉദാരവൽക്കരണത്തിന്റെ ഒരു മ്യൂട്ടേഷൻ, ഒരു ഉൾപരിവർത്തനം, നവ ഉദാരവൽക്കരണത്തിൽ അമേരിക്കയുടെ ഏകപക്ഷീയത, സമഗ്രാധിപത്യ പ്രവണത ഈ വാണിജ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും ബ്രിക്സ് രാജ്യങ്ങൾ മാത്രമല്ല, ഇന്ത്യയും ചൈനയുമായിട്ട് അതിർത്തി തർക്കങ്ങൾ, ഇപ്പോൾ ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിർത്തി പ്രശ്നം ഇന്ത്യ ചൈന ബന്ധത്തിലുള്ള ഓവറോൾ ബന്ധത്തെ, മൊത്തത്തിലുള്ള ബന്ധത്തിന്റെ നിർവചിക്കുന്ന ഒരു സൂചകമായി മാറരുത് എന്ന് ഇരുപക്ഷവും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപിന്റെ ഈ തീരുവ പ്രഖ്യാപനം, ഇപ്പോൾ ഇന്ത്യക്ക് 50% ആണ് ഈ പിഴച്ചുങ്കം ഉൾപ്പെടെ. അപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ റഷ്യൻ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി ഇന്ത്യയുടെ ക്ഷീര കാർഷിക മേഖലകൾ, പാലുൽപ്പന്ന അതുപോലെ തന്നെ കാർഷിക മേഖലകൾ തുറന്നു കിട്ടണം എന്ന ആവശ്യമായിരുന്നു. ആ ആവശ്യം ബ്രിട്ടൻ ഉന്നയിച്ചിരുന്നു, യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് തന്നെയായിരുന്നു. റഷ്യൻ എണ്ണ പിന്നീടാണ് വരുന്നത്. റഷ്യൻ എണ്ണയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് വാക്കുകളിൽ പിന്നീടാണ്. പക്ഷേ അമേരിക്കയുടെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം ഇന്ത്യയുടെ ക്ഷീര കാർഷിക വിപണി അമേരിക്കക്ക് തുറന്നു കിട്ടണം എന്നതായിരുന്നു. ഇന്ത്യയുടെ ക്ഷീര വിപണി എന്ന് പറഞ്ഞാൽ ഈ ക്ഷീരോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു സൂപ്പർ പവറാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായെങ്കിലും ലോകത്ത് ഏറ്റവും അധികം പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഈ ഇന്ത്യയിലേക്ക് പാലുൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യവും ഇന്ത്യയാണ്. ഇപ്പോൾ ചീസിനും ബട്ടറിനും ഇന്ത്യ ഏതാണ്ട് 40% ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ തീരുവ ചുമത്തുന്നുണ്ട്. അതേസമയം പാൽപ്പൊടിക്ക് 60% തീരുവ ചുമത്തുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ക്ഷീര കർഷകർ, അമേരിക്കയിൽ ഇപ്പം 24,000 ഡയറി ഫാംസ് ആണുള്ളത്. ഇന്ത്യയിലെ ക്ഷീര കർഷകരുടെ ഒരു സ്വഭാവം, ഇവിടെയും കുറെ കോഓപ്പറേറ്റീവ്സ് ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 80 മില്യൺ, ഏതാണ്ട് 8 കോടി ക്ഷീര കർഷകർ എന്ന് പറഞ്ഞാൽ 1-2 പശുക്കൾ അല്ലെങ്കിൽ എരുമകൾ ഒക്കെ ഉള്ള കർഷകരാണ്. അവര് ഈ സഹകരണ സംഘങ്ങൾക്ക് വിൽക്കുന്നു, സർപ്ലസ് ഉള്ളത്, അല്ലാത്തത് വീട്ടിൽ ഉപയോഗിക്കുന്നു. ആ രീതിയിലുള്ള ഒരു ക്ഷീര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ
ഈ ക്ഷീരമേഖലയും കാർഷിക വിപണിയും അമേരിക്കക്ക് അങ്ങനെ തുറന്നു കൊടുത്താൽ ഇന്ത്യയിലെ ഒരു സർക്കാരിനും, മോഡി സർക്കാരിന് മാത്രമല്ല ഒരു സർക്കാരിനും അത് താങ്ങാവുന്നതല്ല. അതുകൊണ്ട് ഈ ക്ഷീര കാർഷിക വിപണിയുടെ കാര്യത്തിൽ ഇന്ത്യ അമേരിക്കയോട് മാത്രമല്ല യൂറോപ്യൻ യൂണിയനോടും ബ്രിട്ടനോടും ഒക്കെ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ല. എന്നിട്ട് പോലും ബ്രിട്ടനുമായിട്ടുള്ള കരാർ ഒപ്പുവെക്കപ്പെട്ടു എന്നുള്ളതാണ്. റഷ്യൻ ഓയിൽ പിന്നെയാണ് വരുന്നത്, റഷ്യൻ ക്രൂഡ്. ഇപ്പോ കഴിഞ്ഞ 2024 LNG, റഷ്യയിൽ നിന്നുള്ള LNG 15.5 ട്രില്യൺ ബില്യൺ ടണ്ണാണ് വാങ്ങിയത്. EU രാജ്യങ്ങളാണ്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് ഇരട്ട നീതിയാണ് എന്ന് ഇന്ത്യ പറയുന്നത്. ഇപ്പോൾ ഈ റഷ്യയും ചൈനയും ഇന്ത്യയും ആദ്യം മോദി ജപ്പാനിൽ പോയി ജപ്പാനുമായി ഏതാനും കരാറുകളിൽ ഒപ്പുവെച്ചു. ജപ്പാൻ $68 ബില്യൺ ഇന്ത്യയിൽ നിക്ഷേപിക്കും എന്നുള്ള ഒരു ധാരണയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചൈനയിലേക്ക് പോകുന്നത്. ഈ കൊല്ലം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൊല്ലം ക്വാഡിന്റെ ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടക്കുകയാണ്. ക്വാഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഈ 4 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അത് ഒരു സൈനിക കൂട്ടായ്മ അല്ല. എങ്കിൽ പോലും ചൈന ക്വാഡിനെ കാണുന്നത് ഏഷ്യൻ നാറ്റോ ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയെ തുരത്താനും ചൈനയെ ഒതുക്കാനുമുള്ള ഒരു ഭൗമരാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് ചൈന ക്വാഡിനെ കാണുന്നത്. അതേസമയം തന്നെ പഴയ അർത്ഥത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ ശ്രീ AM ഷിനാസ്? കാരണം അമേരിക്ക പഴയ പോലെ അതിൽ സഹകരിക്കുമോ എന്ന കാര്യത്തിൽ ചില ആശങ്കകൾ നിലനിൽക്കുകയാണ്. അമേരിക്ക വരുമോ എന്നറിയില്ല. ക്വാഡ് അങ്ങനെ തന്നെയുണ്ട്. ക്വാഡിൽ ഇന്ത്യയുടെ സഹകരണം എത്രത്തോളം ഇനി ഉണ്ടാവും എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. പിന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഇരു രാജ്യങ്ങളും ഇരകളാണ് എന്ന് മോദി പറഞ്ഞു. അത് അപ്പോ ആ രീതിയിലുള്ള ഒരു ഭീകരവാദത്തെ ചെറുക്കണം എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ പോലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ ചൈന എത്രമാത്രം പാകിസ്ഥാനെ സഹായിച്ചു എന്നുള്ളത് ലോകം മുഴുവൻ കണ്ടതാണ്. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം പെട്ടെന്നൊന്നും അങ്ങനെ ചില ആശങ്കകൾ കൂടി ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അതിലേക്ക് നമുക്ക് രണ്ടാം ഘട്ടത്തിൽ വരാം. ദയവായി തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ശ്രീ മോഹൻ വർഗീസ് കൂടി ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന ഈ ഷാങ്ഹായ് സന്ദർശനം എത്രമാത്രം അർത്ഥവത്താണ് എന്ന് താങ്കൾ കരുതുന്നു? നോക്കൂ, ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുമായുള്ള ബന്ധം എത്രമാത്രം വലുതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്ക് ട്രംപിന്റെ പുതിയ പ്രസ്താവന വരികയാണ്. അത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഏകപക്ഷീയ ദുരന്തമായിരുന്നു ഇന്ത്യ US വ്യാപാര ബന്ധം എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ട്രംപ് ഈ നിലപാടെടുക്കുന്നു എന്നതിൽ ഒരു കൂടുതൽ വിശദീകരണം അദ്ദേഹം നൽകുന്നു എന്ന് വേണം കരുതാൻ.